മാന്യപ്രേക്ഷകർക്ക് പ്രതീക്ഷ വിഷ്വൽ മീഡിയയുടെ പുതിയ സെഗ്മെന്റായ ജസ്റ്റ് എ മിനിറ്റ് ജാമിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, 2023 കഴിഞ്ഞ് 2024 നാം കടന്നു. 2023 പലതും നമുക്ക് നഷ്ടപ്പെട്ടു, പലതും നേടാൻ കഴിഞ്ഞില്ല, പല തീരുമാനങ്ങൾ എടുത്തത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എന്നാൽ 2024 പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 2024 എന്നത് പ്രയർ, പ്രിപ്പറേഷൻ ആൻഡ് പ്രൊമോഷൻ, ഈ 3 കാര്യങ്ങളുടെ വർഷമായി തീരട്ടെ. പ്രാർത്ഥനയുടെ, തയ്യാറെടുപ്പിന്റെ, ഉന്നതിയുടെ വർഷമായി തീരട്ടെ. എങ്ങനെയാണ് പ്രാർത്ഥന? ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടും. കപടഭക്തിക്കാരെ പോലെ നാം പ്രാർത്ഥിക്കരുത്. രണ്ടാമത്തെ കാര്യം പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ്. എന്തിനുള്ള തയ്യാറെടുപ്പാണ്? കർത്താവിന്റെ വരവിന് വേണ്ടി നാം തയ്യാറാകട്ടെ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മത്തായി സുവിശേഷം 24 അധ്യായം അതിന്റെ 44 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. കർത്താവിന്റെ വരവ് എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയത്തില്ല. പിതാവല്ലാതെ ആരും അത് അറിയുന്നില്ല. എന്നാൽ ഏത് നിമിഷവും കർത്താവിന്റെ വരവുണ്ട്. അതുകൊണ്ട് നാം വളരെ തയ്യാറോടെ ആയിരിക്കാം. പ്രിപ്പറേഷൻ, ഇയർ ഓഫ് പ്രിപ്പറേഷൻ. മൂന്നാമത്തെ വസ്തുത പ്രൊമോഷൻ, ഉന്നതി. ആത്മീയമായി ഭൗതികമായുള്ള മണ്ഡലങ്ങളിൽ ഒരു ഉന്നതിക്ക് വേണ്ടിയുള്ള വർഷമായി തീരട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 75 അധ്യായം അതിന്റെ 6-7 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കും, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. 2024 നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ വർഷമായി തീരട്ടെ. ഇയർ ഓഫ് 2024 ഈസ് ദ പ്രയർ, പ്രിപ്പറേഷൻ ആൻഡ് പ്രൊമോഷൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.